ഒറ്റപ്പാലം നഗരത്തിലെ ഓട്ടോകൾക്ക് മുനിസിപ്പൽ നമ്പർ അനുവദിക്കാത്തതിനെതിരെ CITU പ്രക്ഷോഭത്തിലേക്ക്. ചൊവ്വാഴ്ച നടന്ന കൺവെൻഷനിൽ CITU ജില്ലാ കമ്മിറ്റി അംഗം K. സുരേഷ് പങ്കെടുത്തില്ല. വാഹന വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ആരോഗ്യ ഭീഷണി ഉയർത്തി ആലിപ്പറമ്പ് വളാംകുളത്ത് മാലിന്യ നിക്ഷേപം പതിവാകുന്നു. മാലിന്യ നിക്ഷേപം തടയാൻ നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിക്കും. പട്ടാമ്പിയിൽ മണൽ മാഫിയ SIയെ വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവം. ലോറി ഉടമയെ അന്വേഷിച്ച് പോലീസ് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. മൂത്താൻ ഗുപ്തൻ വിഭാഗങ്ങളെ സമുദായമായി അംഗീകരിക്കണമെന്ന് ഗുപ്തൻ സേവന സമാജം. ആവശ്യവുമായി നവംബർ 9 പാലക്കാട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും. കൗമാര കലാമേള ചരിത്ര സംഭവമാക്കാൻ മലപ്പുറം ഒരുങ്ങുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം 17 വേദികളിലായി അരങ്ങേറും. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലം നഗരത്തിലെ ഓട്ടോറിക്ഷകൾക്ക് മുനിസിപ്പൽ നമ്പർ നൽകാത്തതിനെതിരെ ഡ്രൈവർമാർ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു. നമ്പർ നൽകാത്തതിനെതിരെ ജോയിന്റ് RT ഓഫീസിലേക്ക് മാർച്ച് നടത്താൻ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU കൺവെൻഷൻ തീരുമാനിച്ചു. കൺവെൻഷനിൽ CITU ജില്ലാ കമ്മിറ്റി അംഗം K. സുരേഷ് പങ്കെടുക്കാത്തത് സംഘടനയിലെ ഭിന്നത പുറത്തുവന്നിരിക്കുകയാണ്. ഡീസൽ പെട്രോൾ വില വർധനവിന്റെ അടിസ്ഥാനത്തിൽ ഓട്ടോ ചാർജ് പുതുക്കി നിശ്ചയിക്കണമെന്നും കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ഒറ്റപ്പാലം AKG മന്ദിരത്തിൽ നടന്ന മുനിസിപ്പൽ കൺവെൻഷൻ CITU ഡിവിഷണൽ സെക്രട്ടറി K. ഭാസ്കരൻ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് PA രാമൻകുട്ടി അധ്യക്ഷനായി. APM റഷീദ്, T. അസീസ്, M. ഹസൻ, സുകുമാരൻ എന്നിവർ സംസാരിച്ചു. അവർക്ക് നമ്പർ ഇട്ട് കൊടുക്കാണ്. വാണിയപ്പുറം ടൗണിൽ മാത്രം അത്രയും സ്ഥലത്തിപ്പോ 100 ഓട്ടോറിട്ടുണ്ട്. എല്ലാ രേഖകളും അടക്കമുള്ള 100 ഓട്ടോറിക്ഷ അവിടെ മാത്രമുണ്ട്. വല്ലപ്പുറം റോഡിൽ 46 ഓട്ടോറിക്ഷയ്ക്ക് നമ്മൾ രേഖ കൊടുത്തിട്ടുണ്ട്. മനുഷ്യരിൽ തൃശ്ശൂർ ഓടുന്ന ഓട്ടോറിക്ഷയ്ക്ക് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ ഒറ്റപ്പാലത്തെ പെർമിറ്റാണ്. അവരോട് നിങ്ങൾ കുഴപ്പമില്ല, നിങ്ങൾ പെർമിറ്റ് അങ്ങനെ മാറ്റിക്കൊടുത്തിട്ട് അവിടെ നൽകാൻ ഒറ്റപ്പാലത്തുള്ളവരെ ഇന്ന് ഉപദ്രവിക്കേണ്ട ചിത്രം സഹായിക്കാനാണ്. ഇനി പല വർഷാവ് ഉൾക്കൊള്ളാൻ സാധ്യതയില്ല. നവംബർ 3 മുതൽ 5 വരെയാണ് CITU ജില്ലാ സമ്മേളനം. ഒറ്റപ്പാലം മുനിസിപ്പൽ സമ്മേളനത്തിൽ ഓട്ടോ ടാക്സി ടെമ്പോ ഡ്രൈവേഴ്സ് യൂണിയൻ CITU ജില്ലാ കമ്മിറ്റി അംഗം K. സുരേഷ് പങ്കെടുത്തില്ല. മുമ്പ് സുരേഷിന്റെ നേതൃത്വത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കൺവെൻഷൻ വിളിച്ചേർത്ത് സംരക്ഷണ സമിതി രൂപീകരിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി CPM നേതൃത്വം വിശദീകരണവും തേടിയിട്ടുണ്ട്. ഈ കൺവെൻഷനിൽ K. സുരേഷ് പങ്കെടുക്കാത്തത് സംഘടനയ്ക്കകത്തെ ഭിന്നത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ആലിപ്പറമ്പ് താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് കൊണ്ട് അതിർത്തി പ്രദേശമായ വളാംകുളത്ത് റോഡിന്റെ ഇരുവശങ്ങളിലുമായി മാലിന്യം തള്ളുന്നത് പതിവാകുന്നു. മാലിന്യത്തിന്റെ രൂക്ഷമായ ദുർഗന്ധം കാരണം വാഹന വഴിയാത്രക്കാർക്ക് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. മാലിന്യം തള്ളുന്നത് തടയുന്നതിന് പ്രദേശത്തുകാർ ജനകീയ കൂട്ടായ്മയും രൂപീകരിച്ചു. പാറൽ അമ്മിനിക്കാട് റോഡിൽ ആലിപ്പറമ്പ് താഴേക്കോട് ഗ്രാമപഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശമായ വളാംകുളത്താണ് പാതയുടെ ഇരുവശങ്ങളിലായി മാലിന്യം തള്ളുന്നത് പതിവാകിയിരിക്കുന്നത്. അമ്മിനിക്കാട് കാപ്പുമുഖം വളാംകുളം ഭാഗത്തെ 1.5 കിലോമീറ്ററോളം വരുന്ന വിജനമായ സ്ഥലത്താണ് മാലിന്യം തള്ളുന്നത്. കോഴിയവശിഷ്ടങ്ങളും ആശുപത്രിയിൽ നിന്നും ബാർബർ ഷോപ്പുകളിൽ നിന്നുമുള്ള മാലിന്യവും ഇവിടെ തള്ളൽ പതിവാണ്. ഇപ്പോൾ ഹെമുവിന്റെ മാംസാവശിഷ്ടങ്ങളും ഇവിടെ തള്ളുന്നുണ്ട്. മാലിന്യം തള്ളിയതിനെ തുടർന്ന് തെരുവ് നായ്ക്കളുടെ ശല്യവും രൂക്ഷമായി. സമീപത്തെ ജലാശയങ്ങളിലും മാലിന്യം കലർന്നിട്ടുണ്ട്. ഇതുകാരണം രോഗങ്ങൾ പടർത്തുമെന്ന ഭീതിയിലാണ് പ്രദേശവാസികൾ. മാലിന്യത്തിന്റെ രൂക്ഷമായ ദുർഗന്ധം കാരണം കാൽനടയാത്രക്കാർക്കും വാഹനയാത്രക്കാർക്കും ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമായിരിക്കുകയാണ്. മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടി വേണമെന്ന് പ്രദേശത്തുകാർ ആവശ്യപ്പെട്ടു. മാലിന്യപ്രശ്നം രൂക്ഷമായതോടെ കൂട്ടായ്മ രൂപീകരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നാട്ടുകാർ. മാലിന്യം തള്ളുന്നവരെ കണ്ടെത്താൻ രാത്രി സമയങ്ങളിൽ കാവലിരിക്കുന്നതും നാട്ടുകാർ പതിവാക്കിയിട്ടുണ്ട്. പട്ടാമ്പിയിൽ അനധികൃത മണൽ കടത്ത് തടയാനെത്തിയ SIയെ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം. ലോറി ഉടമയെ കണ്ടെത്താനുള്ള അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും. ലോറി ഡ്രൈവറും ക്ലീനറും അറസ്റ്റിലായെങ്കിലും ലോറി ഉടമയും ഗൂഢാലോചനക്കാരും ഒളിവിലാണ്. കഴിഞ്ഞയാഴ്ചയാണ് അനധികൃത മണൽക്കടത്ത് തടയാനെത്തിയ പട്ടാമ്പി സബ് ഇൻസ്പെക്ടർ TS ബിനുവിനെ മണൽ മാഫിയ ലോറി ഇടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. ഓങ്ങല്ലൂർ കാരക്കാട് വെച്ചായിരുന്നു സംഭവം. SI വന്ന ബൈക്കിൽ ലോറി ഇടിക്കുകയായിരുന്നു. SIയുടെ ഇരുകാലുകൾക്കും പരിക്കേറ്റു. സംഭവത്തിൽ ലോറി ഡ്രൈവർ മുഹമ്മദ് ഷാഫി, ക്ലീനർ രമേശ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവരിപ്പോൾ റിമാൻഡിലാണ്. ലോറി ഉടമ ഷറഫുദ്ദീനെയും ഗൂഢാലോചന നടത്തിയവരെയുമാണ് ഇനി പിടികിട്ടാനുള്ളത്. ഇവർ തമിഴ്നാട്ടിലേക്ക് കടന്നതായാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനത്തിലാണ് പോലീസ്. വധശ്രമത്തിനാണ് പ്രതികൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. പട്ടാമ്പി CI KM ദേവസിയാണ് കേസ് അന്വേഷിക്കുന്നത്. മൂത്താൻ ഗുപ്തൻ വിഭാഗത്തെ സമുദായമായി അംഗീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഗുപ്തൻ സേവന സമാജം പ്രക്ഷോഭത്തിലേക്ക്. ഇതിന്റെ ഭാഗമായി അടുത്ത മാസം 9 പാലക്കാട് കലക്ടറേറ്റിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിക്കും. സമാജം ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ജില്ലയിൽ മാത്രമുള്ള മൂത്താൻ ഗുപ്ത സമുദായത്തിന് സാമുദായിക ന്യൂനപക്ഷ പദവി നൽകുക,
സർക്കാർ ബോർഡുകളിലും കോർപ്പറേഷനുകളിലും അർഹമായ പ്രാതിനിധ്യം നൽകുക, സാമുദായിക മെറിറ്റ് കോട്ട ഗുപ്ത സമാജത്തിനും ബാധകമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത്. കളക്ടറേറ്റ് മാർച്ചിന്റെയും ധർണയുടെയും പ്രചരണാർത്ഥം ഈ മാസം 25, 26 തീയതികളിൽ വാഹന പ്രചരണ ജാഥയും സംഘടിപ്പിക്കുന്നുണ്ട്. 25-ന് കടമ്പഴിപ്പുറം ശ്രീകൃഷ്ണപുരം മേഖലകളിലും 26-ന് മണ്ണാർക്കാട് മേഖലയിലുമാണ് പ്രചരണ ജാഥ നടത്തുക എന്നും സമാജം ഭാരവാഹികൾ പറഞ്ഞു. വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ടും മുന്നോട്ട് വരുന്ന ഒന്ന്, ക്രിസ്ത്യൻ സമുദായത്തെ സർക്കാർ അംഗീകരിക്കണം. കാരണം സർക്കാരിന്റെ ജാതി ലിസ്റ്റില് ഈ ഒരു സമുദായത്തിന്റെ പേരില്ല. ശ്രീകൃഷ്ണപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ഗുപ്ത സേവന സമാജം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് എം കുട്ടികൃഷ്ണഗുപ്തൻ, സെക്രട്ടറി എ രാമചന്ദ്രഗുപ്തൻ, അംഗം പി ശശികുമാർ, മേഖലാ പ്രസിഡന്റ് പി ബാലകൃഷ്ണഗുപ്തൻ, വർക്കിംഗ് പ്രസിഡന്റ് ആറാട്ടുതൊടി മോഹനൻ, ട്രഷറർ പുനത്തിൽ ജയകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു. ഇശലുകൾ പെയ്തിറങ്ങുന്ന നാട്ടിൽ വീണ്ടും കലാവസന്തം. 53ാം സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരിയിൽ മലപ്പുറത്ത് നടക്കും. തിരൂരങ്ങാടിയിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന കലോത്സവ വേദി പിന്നീട് മലപ്പുറത്തേക്ക് മാറ്റുകയായിരുന്നു. ഇശലുകൾ പൂക്കുന്ന നാട്ടിൽ കലാകേരളത്തിന്റെ 53ാം സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അടുത്ത ജനുവരിയിൽ അരങ്ങുണരും. ജില്ലാ ആസ്ഥാനത്ത് അങ്ങിങ്ങായി 17 വേദികൾ, 10,000-ലേറെ മത്സരാർത്ഥികൾ, കൂടെ വന്നവരും കാണികളുമായി അതിലേറെ ആളുകൾ, വിജയമുറപ്പു നൽകി പരിശീലകർ, പക്കമേളക്കാർ, ആവേശത്തോടെ രംഗത്തുള്ള സംഘാടകർ. ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമാങ്കത്തിന് മലപ്പുറത്തിന്റെ മണ്ണ് ആതിഥ്യമരുളുകയാണ്. കലയുടെയും സംഗീതത്തിന്റെയും സാഹിത്യങ്ങളുടെയും വളക്കൂറുള്ള മണ്ണ്. സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിലും രാഷ്ട്രീയ വീഥിയിലും സ്വജീവിതമർപ്പിച്ചവരുടെ അദൃശ്യ സാന്നിധ്യത്തിൽ ചിലങ്കകൾ പാടുന്ന പാട്ടിന്റെ താളത്തിനായി കാത്തിരിക്കുകയാണ് മലപ്പുറത്തിന്റെ കലാമനസ്സ്. 52ാം സംസ്ഥാന സ്കൂൾ കലോത്സവം തൃശൂരിൽ സമാപിച്ചപ്പോൾ 53ാമത് കലോത്സവ വേദി മലപ്പുറത്തായിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. വിദ്യാർത്ഥി സംഘടനകളും അധ്യാപക സംഘടനകളും അടക്കം വിവിധ തലങ്ങളിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നതിനെ തുടർന്ന് തിരൂരങ്ങാടിയിൽ നിന്നും കലോത്സവ വേദി ജില്ലാ ആസ്ഥാനത്തേക്ക് മാറ്റുകയായിരുന്നു. തിരൂരങ്ങാടിയിൽ മേള നടത്തിപ്പിനുള്ള അസൗകര്യങ്ങൾ കാരണമാണ് വേദി മലപ്പുറത്തേക്ക് മാറ്റിയത്. 17 വേദികളാണ് സംസ്ഥാന കലോത്സവത്തിന് ഒരുക്കേണ്ടത്. മലപ്പുറത്ത് 17 വേദികളും 2 കിലോമീറ്റർ ചുറ്റളവിൽ ഒരുക്കാൻ കഴിയുമെന്നാണ് വിലയിരുത്തൽ. MSP പരേഡ് ഗ്രൗണ്ട്, MSP കമ്മ്യൂണിറ്റി ഹാൾ, കോട്ടക്കുന്ന് മൈതാനം, ടൗൺ ഹാൾ, സെന്റ് ജമാസ് സ്കൂൾ, സെൻട്രൽ സ്കൂൾ, ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ, കോട്ടപ്പടി സ്റ്റേഡിയം എന്നിവിടങ്ങളിൽ 17 വേദികൾ സജ്ജീകരിക്കും. 17 വേദികളുടെ അന്തിമ തീരുമാനം അടുത്ത ദിവസം ചേരുന്ന സംഘാടക സമിതി രൂപീകരണ യോഗത്തിലുണ്ടാകും. കോട്ടക്കുന്ന് മൈതാനമോ MSP മൈതാനമോ പ്രധാന വേദിയെ നിശ്ചയിച്ചേക്കും. അരങ്ങ്, ഓപ്പൺ ഓഡിറ്റോറിയം ഉൾപ്പെടെ കോട്ടക്കുന്നിൽ 3 വേദികൾ ഒരുക്കാൻ സൗകര്യമുണ്ട്. MSP ഗ്രൗണ്ടിലും പ്രധാന വേദി ഒരുക്കാൻ സൗകര്യമുണ്ട്. കഴിഞ്ഞ വർഷം നടന്ന കലോത്സവത്തിൽ കോഴിക്കോട്, തൃശൂർ ജില്ലകൾക്ക് പുറകെ മലപ്പുറം ജില്ലയ്ക്കായിരുന്നു 3ാം സ്ഥാനം. സംസ്ഥാന കലോത്സവ ചരിത്രത്തിലെ മലപ്പുറത്തിന്റെ ഏറ്റവും വലിയ നേട്ടമായിരുന്നു അത്. ഈ നേട്ടത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് മലപ്പുറം 53ാം സംസ്ഥാന കലോത്സവത്തിന് വേദിയാകാൻ ഒരുങ്ങുന്നത്. കലാകേരളത്തെ വരവേൽക്കാൻ മലപ്പുറം ഒരുങ്ങുകയാണ് നിറഞ്ഞ മനസ്സോടെ. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. നൃത്തത്തിന്റെയും സംഗീതത്തിന്റെയും അരങ്ങേറ്റം കുറിക്കുന്ന നവരാത്രിക്ക് സമാപനമാകുന്നു. ആയിരക്കണക്കിന് കുരുന്നുകളുടെ നാവിൻ തുമ്പിൽ അക്ഷരപുണ്യം പകർന്നുകൊണ്ട് വിദ്യാരംഭം കുറിക്കുന്ന വിജയദശമിയോടെയാണ് നവരാത്രി ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. അക്ഷരപൂജയിലൂടെ അറിവിനെയും ആയുധപൂജയിലൂടെ കർമ്മത്തെയും കലാപ്രകടനത്തിലൂടെ കലകളെയും ഉപാസിക്കുന്ന ആരാധനയും ഉപാസനയും സമ്മേളിക്കുന്ന അവസരം കൂടിയാണ് നവരാത്രി. നവരാത്രി ദിനങ്ങളിൽ അക്ഷരങ്ങളുടെ ലോകത്തെ കൊച്ചുകുട്ടികളെ കൈപിടിച്ച് പ്രവേശിപ്പിക്കുന്ന ചടങ്ങാണ് വിജയദശമിയിലെ എഴുത്തിനിരുത്തൽ. വിദ്യാരംഭ ദിനത്തിലെ ഹരിശ്രീ കുറിക്കൽ മഹത്തായൊരു ദർശനത്തിന്റെയും സനാതന മൂല്യങ്ങളുടെയും പൊരുൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. വിദ്യയുടെയും വിജ്ഞാനത്തിന്റെയും അതിദേവതയായ സരസ്വതി ദേവിയെ മനസ്സിൽ ധ്യാനിച്ചു വേണം വിദ്യാരംഭം കുറിക്കാൻ എന്നാണ് വിശ്വാസം. ഐശ്വര്യദായിനിയാകുമ്പോൾ ലക്ഷ്മിയെന്നും, ശക്തിശാലിനിയാകുമ്പോൾ പാർവതിയെന്നും, ശക്തി സംഹാരിണിയാകുമ്പോൾ കാളിയെന്നും, ദുർഘടങ്ങൾ തരണം ചെയ്യുമ്പോൾ ദുർഗയെന്നും സരസ്വതി ദേവിയെ വിളിക്കപ്പെടുന്നു. നവരാത്രി കാലത്ത് ശക്തിയുടെ ദേവതയായ ദുർഗ, കാളി എന്നിവരെയും ഐശ്വര്യദേവതയായ ലക്ഷ്മിയെയും വിദ്യാദേവതയായ സരസ്വതിയെയും ഉപാസിക്കുന്നു.
ഇച്ഛാശക്തിയെയും ജ്ഞാനശക്തിയെയും ആർജിച്ച് ക്രിയാശക്തിയിലേക്ക് പ്രവേശിക്കുന്നതിന് സൂചകമായാണ് വിജയദശമി ആഘോഷിക്കുന്നത്. നവരാത്രിയെയും വിജയദശമിയെയും കുറിച്ച് നിരവധി ഐതിഹ്യങ്ങളുണ്ട്. മഹിഷാസുരനുമായി ദേവി 8 ദിവസം ഘോരമായി യുദ്ധം ചെയ്തുവെന്നും 9ാം നാൾ അസുരനെ നിഗ്രഹിച്ചുവെന്നും ദശമി ദിവസം അതിന്റെ വിജയഘോഷയാത്ര ആഘോഷിക്കുകയാണെന്നും വിശ്വാസമുണ്ട്. പാണ്ഡവന്മാർ കുരുക്ഷേത്ര യുദ്ധം ജയിച്ചതിന്റെ ജൈത്രയാത്രയുടെ പ്രതീകമായിട്ടാണ് വിജയദശമി എന്നും പറയപ്പെടുന്നു. ദുർഗാഷ്ടമി നാളിൽ ദേവിയെ ഉപാസിച്ച് ഭഗവാൻ ശ്രീരാമൻ ലങ്കയെ ആക്രമിച്ചെന്നും രാവണനെ നിഗ്രഹിച്ചതിന്റെ വിജയാഘോഷമാണ് വിജയദശമി എന്നും വിശ്വസിക്കുന്നു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നവരാത്രി വ്യത്യസ്ത രീതിയിലാണ് ആഘോഷിക്കുന്നത്. ബംഗാളിൽ ദുർഗാപൂജയ്ക്കാണ് പ്രാധാന്യം. ഉത്തരേന്ത്യയിൽ രാംലീലയായി ആഘോഷിക്കുന്നു. കർണാടകയിൽ മൈസൂർ രാജാവിന്റെ പ്രാമുഖ്യത്തിൽ ദസറ ആഘോഷിക്കുന്നു. തമിഴ്നാട്ടിൽ നവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായി വീടുകളിൽ ബൊമ്മ കൊലുവയ്ക്കുന്നു. കേരളത്തിൽ പൊതുവെ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം. വീടുകളിലും ക്ഷേത്രങ്ങളിലും അഷ്ടമി നാളിൽ ഗ്രന്ഥവും ആയുധങ്ങളും പ്രത്യേക മണ്ഡപത്തിൽ പൂജയ്ക്ക് വയ്ക്കും. വിജയദശമി ദിവസം രാവിലെ സരസ്വതി ദേവിയെ വന്ദിച്ച് പൂജയെടുത്ത് വിദ്യാരംഭം കുറിക്കുകയുമാണ് ചടങ്ങ്. ആദ്യാക്ഷരത്തിന്റെ മാധുര്യം പകർന്നുകൊണ്ട് നാവിൽ ഹരിശ്രീ കുറിച്ച് അക്ഷരമെന്ന മഹാപ്രപഞ്ചത്തെ തൊട്ടറിയാനുള്ള എല്ലാ കൊച്ചു കുഞ്ഞുങ്ങളുടെയും ജൈത്രയാത്രയ്ക്ക് ഡെൻസിറ്റി ന്യൂസിന്റെ ഹൃദ്യമായ വിജയാശംസകൾ. മഹാനവമി ദിനത്തിൽ അതിഥിയായി അപൂർവ ഇനം ചിത്രശലഭം എത്തിയത് കൗതുകമായി. പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി കൃഷ്ണകുമാറിന്റെ വീട്ടിലാണ് അപൂർവ ഇനം ചിത്രശലഭം വിരുന്നുകാരനായി എത്തിയത്. അറ്റ്ലസ് മോത്ത് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന ഈ ചിത്രശലഭം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇനമാണ്. ലോകത്തിലെ തന്നെ വലിപ്പം കൂടിയ ചിത്രശലഭങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. വീടിനകത്ത് പാറി നടക്കുന്ന ചിത്രശലഭം ഇതിനകം വീട്ടുകാരുമായി ഇണങ്ങിക്കഴിഞ്ഞു. ഒറ്റപ്പാലം ലക്കടി കുഞ്ചൻ നമ്പ്യാർ സ്മാരകവും പാമ്പാടി പാമ്പുംകാവും വിജയദശമി ദിനത്തോടനുബന്ധിച്ചുള്ള വിദ്യാരംഭത്തിന് ഒരുങ്ങി. കലക്കത്ത് കുഞ്ചന്റെ കളിത്തട്ടിൽ രാവിലെ 7-നും പാമ്പുംകാവിൽ 8-നും കുരുന്നുകൾക്ക് ആദ്യാക്ഷരം പകരും. ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. തുലാമാസത്തിലെ തിരുവോണനാളിലാണ് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഈ മഹായജ്ഞം നടക്കുന്നത്. തുലാമാസത്തിലെ തിരുവോണനാളിൽ നടക്കുന്ന ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലെ മഹായജ്ഞ ചടങ്ങുകൾ ചൊവ്വാഴ്ച പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് തുടങ്ങിയത്. 1008 നാളികേരം കൊണ്ടായിരുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം. വള്ളുവനാട്ടിലെ ക്ഷേത്രങ്ങളിൽ ആദ്യമായി 1008 നാളികേരം കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടന്നത് ആനമങ്ങാട് കുന്നിന്മേൽ ഭഗവതി ക്ഷേത്രത്തിലാണ്. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തിനു ശേഷം അരീക്കോട് കുട്ടികൃഷ്ണൻ എന്ന ആനയെ പ്രത്യക്ഷ ഗണപതിയായി സങ്കല്പിച്ച് ഗജപൂജ നടത്തി. ക്ഷേത്രം തന്ത്രി എടത്ര മുത്തേടത്ത് നാരായണൻ നമ്പൂതിരി, നാരായണമംഗലത്ത് നാരായണ ഭട്ടത്തിരിപ്പാട്, കൊയ്ത്തിരി പരമേശ്വരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി തെക്കുംപുറം വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ക്ഷേത്രനടയിൽ കലാമണ്ഡലം പ്രകാശിന്റെ നേതൃത്വത്തിൽ ഗംഭീര പഞ്ചവാദ്യവും അരങ്ങേറി. രാവിലെ 10 മുതൽ നടന്ന ആനയൂട്ടിന് 10ഓളം ഗജവീരന്മാർ എത്തിയിരുന്നു. മഹാനവമി ദിവസം കൂടിയായതിനാൽ നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തിയത്. ഉച്ചയ്ക്ക് പ്രസാദൂട്ടും തുടർന്ന് കലവറ നിറയ്ക്കൽ ചടങ്ങും നടന്നു. നാട്ടിൽ അവനവനിസം കൊടികുത്തി വാഴുകയാണെന്ന് അഖില മലങ്കര യുവജന പ്രസ്ഥാന പ്രസിഡന്റ് യൂഹാനോന്മാർ പൊളിക്കാർപോസ് മെത്രോപൊലീത്ത പറഞ്ഞു. നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ അരാജകത്വത്തിനും കാരണം അവനവനിസമാണെന്നും മെത്രോപൊലീത്ത പറഞ്ഞു. മണ്ണാർക്കാട് നടന്ന കാത്തോലിക്കേറ്റ് ശതാബ്ദി യുവജന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മെത്രോപൊലീത്ത. അവനവനിസം കൊടികുത്തി വാഴുകയാണ്. ഏത് ജീവിയും, പശുവായാലും കോഴിയായാലും തന്നെത്താൻ ജീവിക്കാൻ അതിനറിയാം. മനുഷ്യന് തന്നെ ഉള്ളൂ തന്നെത്താൻ നിൽക്കാൻ പറ്റാത്തത്. അതുകൊണ്ട് തന്നെ അവന്
അന്യോന്യം കരുതലും അവനവനെ ഏൽപ്പിക്കപ്പെട്ട ചുമതല ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യും. ഉത്തരവാദിത്വ ബോധം ഭംഗിയായി നിർവഹിച്ചാൽ മാത്രമേ അവന് ഈ സമൂഹത്തിൽ ജീവിക്കാൻ അവന് പറ്റുകയുള്ളൂ, മറ്റുള്ളവർക്കും പറ്റുകയുള്ളൂ എന്നുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാത്തോലിക്കേറ്റ് ശതാബ്ദി വിശേഷാൽ പതിപ്പായ യുവനാദം എൻ ഷംസുദ്ദീൻ MLA പ്രകാശനം ചെയ്തു. KPC സെക്രട്ടറി PJ പൗലോസ്, മുൻ ഡെപ്യൂട്ടി സ്പീക്കർ ജോസ് ബേബി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K റഫീഖ്, ഫാദർ വർഗീസ് കുര്യൻ, ഫാദർ മാത്യൂസ് വാഴക്കൂട്ടത്തിൽ, വർഗീസ് പുന്നക്കൊമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടന്നു. പെരിന്തൽമണ്ണ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ മാർത്തോമൻ പൈതൃകവും സാമൂഹ്യ പ്രതിബദ്ധതയും എന്ന വിഷയത്തിൽ മണ്ണാർക്കാട് സെന്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ് യുവജന സമ്മേളനം നടക്കുന്നത്. സമ്മേളനം ബുധനാഴ്ച സമാപിക്കും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. സംസ്കൃത പണ്ഡിതനും അക്ഷര ശ്ലോക രംഗത്തെ പ്രമുഖനുമായ മേലേടത്ത് സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാടിന്റെ നിര്യാണത്തിൽ വാടാനാംകുറിശി കഥകളി ക്ലബ്ബും അക്ഷരശ്ലോക സമിതിയും അനുശോചിച്ചു. ചൊവ്വല്ലൂർ ഉണ്ണി, CT ബിജുമോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നമുക്ക് തൃത്താല കപ്പൂരിലുള്ള 4 വയസ്സുകാരൻ അപ്പുവിനെ പരിചയപ്പെടാം. എന്താണ് അപ്പുവിന്റെ പ്രത്യേകത എന്നല്ലേ? അത് കണ്ടു തന്നെ അറിയാം. അതിനു മുമ്പ് ഇത് കണ്ട കുട്ടികളാരും അപ്പുവിനെ അനുകരിക്കാൻ ശ്രമിക്കരുത്. പട്ടാമ്പി ബ്യൂറോയുടെ റിപ്പോർട്ട്. അപ്പുവിന് പ്രായം 4 വയസ്സ്. എന്നാൽ കളിയേക്കാൾ കമ്പം അപ്പുവിന് തെങ്ങുകയറ്റമാണ്. പേടിക്കേണ്ട, അപ്പു തെങ്ങു കയറുന്നത് ഉപജീവനത്തിനല്ല, പരിശീലനത്തിനാണെന്ന് മാത്രം. എത്ര ഉയരമുള്ള തെങ്ങോ കവുങ്ങോ ആവട്ടെ, മിനിറ്റുകൾ മതി അപ്പുവിന് അതിന്റെ മുകളിലെത്താൻ. നിഷ്പ്രയാസം തെങ്ങിലും കവുങ്ങിലുമെല്ലാം കയറി അപ്പു തേങ്ങയും അടക്കയുമെല്ലാം പറിക്കും. എന്നാൽ അപ്പുവിന്റെ ഈ കമ്പം വീട്ടുകാരിൽ പോലും ഭയമുളവാക്കുന്നുണ്ട്. തൃത്താല കപ്പൂർ ചേക്കാട് പുലാശ്ശേരി സുധീഷിന്റെ മകനാണ് അപ്പു എന്ന് വീട്ടുകാർ വിളിക്കുന്ന സാജൻ. പിതാവ് തെങ്ങുകയറ്റ തൊഴിലാളിയാണ്. ഇതാണ് അപ്പുവിനും പ്രചോദനമായത്. ഇപ്പോൾ അച്ഛൻ തേങ്ങയിടാൻ പോകുമ്പോൾ അപ്പുവും കൂടെ പോകും. തേങ്ങ പറിച്ചിടുവാനും കുലയുടെ അല്ലി വെട്ടുവാനുമെല്ലാം ഈ 4 വയസ്സുകാരൻ പരിശീലനം നേടിക്കഴിഞ്ഞു. അടുത്ത വർഷം 1ാം ക്ലാസ്സിൽ ചേരുവാനുള്ള ഒരുക്കത്തിലാണ് അപ്പു. റബ്ബർ കാർഷിക രംഗത്തെ മികച്ച പ്രവർത്തനത്തിലുള്ള മലയാളശ്രീ അവാർഡ് ശ്രീകൃഷ്ണപുരത്തെ ചാലിങ്കൽ റബ്ബർ നഴ്സറി ഉടമ എലിയാസ് മാത്യു എന്ന സുനിലിന് ലഭിച്ചു. പ്രവർത്തന മികവിന്റെയും നഴ്സറി രംഗത്തെ സംഭാവനകളെയും മുൻനിർത്തിയാണ് അവാർഡ് ലഭിച്ചത്. മലയാളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഓൺലൈൻ മാഗസീനായ നമ്മുടെ മലയാളം തിരഞ്ഞെടുത്ത റബ്ബർ കർഷക രംഗത്തെ മികച്ച സേവനങ്ങൾക്കുള്ള പുരസ്കാരം ശ്രീകൃഷ്ണപുരം ഷെഡ്മുന്നിലെ ചാലിങ്കൽ റബ്ബർ നഴ്സറി ഉടമ ഏലിയാസ് മാത്യു എന്ന സുനിലിന് മന്ത്രി അനൂപ് ജേക്കബ് സമ്മാനിച്ചു. തൃശൂർ റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ കാർഷിക രംഗത്തെ പ്രമുഖ വ്യക്തികൾ പങ്കെടുത്തിരുന്നു. പ്രശസ്തി പത്രവും മൊമെന്റോയും അടങ്ങുന്നതാണ് പുരസ്കാരം. റബ്ബർ നഴ്സറി രംഗത്ത് വർഷങ്ങളോളമായി പ്രവർത്തിച്ചു വരുന്ന ഏലിയാസ് മാത്യു എലമ്പുളശ്ശേരി ചാലിങ്കൽ മാത്യുവിന്റെയും ശോശാമയുടെയും മകനാണ്. 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിനു ശേഷം റബ്ബർ കാർഷിക രംഗത്തേക്ക് പ്രവേശിച്ച ഏലിയാസ് മാത്യു റബ്ബർ നഴ്സറിയിൽ ഉൾപ്പെടെയുള്ള കാർഷിക രംഗത്ത് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. മാഗസിൻ ഭാരവാഹികൾ ശ്രീകൃഷ്ണപുരത്തെ നഴ്സറിയും ഇതിനോടകം സന്ദർശിച്ചിരുന്നു. കഠിനാധ്വാനത്തിന്റെയും വിശ്വസ്തതയുടെയും അതിലുപരി റബ്ബർ കാർഷിക രംഗത്തോടുള്ള അതിയായ താൽപര്യവുമാണ് ഏലിയാസ് മാത്യുവിനെ അവാർഡിന് അർഹനാക്കിയത്. വളരെ സന്തോഷമുണ്ട് എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ. അതിന് മലയാളശ്രീ നമ്മുടെ മലയാളം .com-നോടും അവരുടെ എല്ലാ പ്രവർത്തനങ്ങളോടും നന്ദി രേഖപ്പെടുത്തുന്നു. ചെർപ്പളശ്ശേരി പുത്തനാലിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ നവരാത്രി സംഗീതോത്സവത്തിൽ നവമി ദിനത്തിൽ മധുരൈ TN ശേഷഗോപാലിന്റെ കച്ചേരി അരങ്ങേറി. കച്ചേരി ആസ്വദിക്കാൻ നിരവധി പേരാണ് എത്തിയിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലം നഗരത്തിലെ ഓട്ടോകൾക്ക് മുനിസിപ്പൽ നമ്പർ അനുവദിക്കാത്തതിനെതിരെ CITU പ്രക്ഷോഭത്തിലേക്ക്. ചൊവ്വാഴ്ച നടന്ന കൺവെൻഷനിൽ CITU ജില്ലാ കമ്മിറ്റി അംഗം K സുരേഷ് പങ്കെടുത്തില്ല. വാഹന വഴിയാത്രക്കാർക്കും നാട്ടുകാർക്കും ആരോഗ്യ ഭീഷണി ഉയർത്തി ആലിപ്പറമ്പ് വളാംകുളത്ത് മാലിന്യ നിക്ഷേപം പതിവാകുന്നു. മാലിന്യ നിക്ഷേപം തടയാൻ നാട്ടുകാർ ജനകീയ കമ്മിറ്റി രൂപീകരിക്കും. പട്ടാമ്പിയിൽ മണൽ മാഫിയ SIയെ വാഹനമിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവം. ലോറി ഉടമയെ അന്വേഷിച്ച് പോലീസ് അന്വേഷണം അയൽ സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. മൂത്താൻ ഗുപ്തൻ വിഭാഗങ്ങളെ സമുദായമായി അംഗീകരിക്കണമെന്ന് ഗുപ്തൻ സേവന സമാജം. ആവശ്യവുമായി നവംബർ 9 പാലക്കാട് കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും.
കൗമാരകലാമേള ചരിത്ര സംഭവമാക്കാൻ മലപ്പുറം ഒരുങ്ങുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവം 17 വേദികളിലായി അരങ്ങേറും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.